അളിയ, അമൃതയല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് വരില്ല. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യം. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ, അവളും കൂടി സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. അവിടെയാണ് ഒരു അച്ഛൻ എന്ന നിലയിൽ അളിയന്റെ കഴിവ് കാണിക്കേണ്ടത്. അളിയനറിയൂ, 15ാമത്തെ വയസ്സാന്ന് എനിക്ക് അറിയാം. ഒന്ന് നിർത്ത്. കുഞ്ഞിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ അമൃതയെ നീ നീന്തി ചെന്ന് രക്ഷിച്ച കഥയല്ലേ? കഥയോ? നടന്ന സംഭവമല്ലേ? അതെ, അത് കേട്ട് കേട്ട് മടുത്തു എനിക്ക്. പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പുതിയതും പഴയതുമായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. എനിക്കവളെ കല്യാണം കഴിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചാവും. പക്ഷേ അതവളെ കൊന്നിട്ടായിരിക്കും. മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അത്രയ്ക്കിഷ്ടം എനിക്ക് അവളെ. നീ ഇപ്പൊ കൊല്ലാനും ചാവാനും ഒന്നും നിൽക്കണ്ട. നിന്റെ കല്യാണം നടന്നാ പോരെ? അങ്ങനെ ആരെങ്കിലും കെട്ടിയാ പോരാ, അമൃതയെ തന്നെ കെട്ടണം. അത് തന്നെയാടാ ഞാൻ പറഞ്ഞു വരുന്നത്. അവളെ നീ കെട്ടിക്കഴിഞ്ഞ പഞ്ചരത്നത്തില് പിന്നെ ഞാനാണ് കെട്ടിലമ്മ. നീ അവളെ കെട്ടേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. ആങ്ങളെയും പെങ്ങളും കൂടി ഇങ്ങനെ മാറി മാറി ഡയലോഗ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവനെ കെട്ടാൻ തയ്യാറല്ലാത്ത അവളെ തട്ടിക്കൊണ്ടുവന്ന് ബലമായി താലി കെട്ടാനൊന്നും പറ്റില്ലല്ലോ. വേണ്ടി വന്ന അതും ചെയ്യും ഞാൻ. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല മഹേന്ദ്ര. ഇത് ഭീഷണിയല്ല, അതാണ് എന്റെ അവസ്ഥ. അളിയന് മാത്രമേ ഒരു പരിഹാരം കാണാൻ കഴിയൂ. എന്തായാലും ചന്ദ്രൻ ഒന്ന് ചെന്ന് നയപരമായിട്ട് സമാധാനത്തില് കാര്യങ്ങൾ പറയേ. നടക്കുമെങ്കിൽ നടക്കട്ടെ. അളിയൻ വിചാരിച്ച കാര്യം നടക്കും. എനിക്കൊരു ഉറപ്പുമില്ല. തന്തയെ തല്ലാനും മടിക്കാത്ത നാശങ്ങളാ. അടികൊണ്ടതിന്റെ പ്രതികാരം കൂടി തീർക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കൈവീശി തല്ലിയവളുടെ കൈയൊടിക്കാതെ സമാധാനം കിട്ടില്ല എനിക്ക്. മൂത്തവളുമായിട്ട് ഇവന്റെ കല്യാണം ഒന്ന് നടന്നു കിട്ടട്ടെ. ഇളയ 4 എണ്ണത്തിന്റെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ ഞാൻ. കലാവതിയെ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. ചന്ദ്രൻ ചെന്ന് കല്യാണം ആലോചിക്കേ. ആലോചിച്ചാൽ മാത്രം പോരാ, സമ്മതിപ്പിക്കണം.